കരുക്കള് ഇത് രണ്ടും ഫലം എന്തൊരരസികന. നമസ്കാരം, മലയാളം TV ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ ആശയത്തെ പറ്റിയാണ്. ഭ്രമയുഗം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്താണ്? നൂറ്റാണ്ടുകളായി സാധുക്കളായ മനുഷ്യർ ആരാധിച്ചു പോന്ന ചാത്തനെ ഒരു സാമൂഹ്യ ദ്രോഹിയായി ചിത്രീകരിക്കുവാൻ ആർക്കാണ് ഇത്ര നിർബന്ധം? പറഞ്ഞു വരുന്നത് ഭ്രമയുഗം എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയെ കുറിച്ചാണ്. ഇത് കരുക്കള് ഇത് രണ്ടും പകിടം എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. അബ്രാഹ്മണ ദൈവങ്ങളെ അടിസ്ഥാന വർഗത്തിന്റെ ദൈവമായി കാണാതെ അവയെ കുലദ്രോഹിയായിട്ടും സാമൂഹ്യദ്രോഹിയായിട്ടും ചിത്രീകരിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. ദൈവമല്ലെന്നും കലിയുഗത്തിന്റെ ഭാഗമായി ഭ്രമയുഗത്തിൽ ചാത്തനും ദൈവമായി തോന്നുമെന്നും അയാൾ ഭ്രമിപ്പിക്കുമെന്നും ചാത്തനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ചിത്രം പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ വരെ തൊട്ടുകൂടാത്തവരായി നിലനിന്നിരുന്നവർ, അവർ ജീവനും വിയർപ്പ് നൽകി ആരാധിച്ചു പോന്ന കീഴാള ദൈവത്തെ നുണയനും വിശ്വാസവഞ്ചകനുമായിട്ട് ചിത്രീകരിക്കുന്നത് അടിസ്ഥാന വർഗത്തോടുള്ള സവർണ മേധാവിത്വത്തിന്റെ വെല്ലുവിളിയായി തന്നെ കാണാൻ കഴിയും. ഭ്രമയുഗം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട സവർണ രാഷ്ട്രീയം തന്നെയാണ്. ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവരുടെ നിശ്വാസങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ആ നിശ്വാസത്തിന്റെ നേർക്ക്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ നേർക്ക് സവർണ മേധാവിത്വം അയച്ച ഒരു ഒളിയമ്പാണ് ഈ സിനിമ. ഉപരിവർഗ അധികാര സമൂഹം കീഴാള ജനതയോടുള്ള കാഴ്ചപ്പാട് വെളിവാക്കുന്ന ഇത്തരം സിനിമകൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.